നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞാവൽപ്പഴം, ചിലരൊക്കെ ഞാറപ്പഴം എന്ന് പറയില്ലേ. ഇപ്പോൾ ഇത് ധാരാളം നമ്മുടെ റോഡിൻ്റെ വക്കത്തൊക്കെ ധാരാളം വലിയ മരങ്ങൾ നിറയെ ഞാവൽ പഴുത്ത് കിടക്കണ കാണാം. അപ്പോൾ ഞാനത് കുറച്ച് പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ കൈ എത്തുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ശരിയായ ഞാവൽപ്പഴം. അപ്പോൾ ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് കഴിക്കുകയാണെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, അയൺ ഇതൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ഈ ഞാറപ്പഴം അല്ലെങ്കിൽ ഞാവൽപ്പഴം. പ്രമേഹ രോഗികൾക്ക് ഒട്ടും പേടിക്കാതെ ധാരാളം കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഞാവൽപ്പഴം. ഇത് കഴിച്ചാൽ വയറുകടി, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മലബന്ധം, വിളർച്ച ഇതൊക്കെ മാറിപ്പോകാൻ ഉപകാരമാണ് ഈ ഞാവൽപ്പഴം. ഇത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുമ്പോൾ നമ്മൾ അത് വേണ്ടുവണ്ണം ഉപയോഗിക്കുക. ഇതാണ് ശരിക്കുള്ള ഞാവൽപ്പഴം എന്ന് പറയുന്നത്. ഇപ്പോൾ പലവിധം ഞാവലുകൾ നമ്മൾ വളർത്തുന്നുണ്ട്. ഇത് പഴയ കാലം തൊട്ടേ മരമായി വളർന്ന വലിയ വൃക്ഷമാണിത്. അപ്പോൾ ഈ ഞാവൽപ്പഴം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എല്ലാവരും പറിച്ച് കഴിക്കുക. അതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു.